അച്ഛനായിരുന്നു. അന്ന് മസ്താന്റെ മാനറിസങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുവാനായി അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ട് അമിതാഭ് ബച്ചൻ ഹാജി മസ്താനെ കാത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുമായിരുന്നു. അതുമാത്രമല്ല, സഞ്ജയ് ഗാന്ധി പോലും തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരു പിൻബലത്തിനായി ഹാജി മസ്താനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹത്തിനോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സ്വന്തം ജീവിതത്തിൽ തന്നെ ജനപ്രിയ താരമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ സമയത്തിലാണ് അടിയന്തരാവസ്ഥ വന്നു ചേരുന്നത്. അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഹാജി മസ്താനും ജയിലിലാക്കപ്പെടുന്നു. ജയിലിൽ വെച്ച് അദ്ദേഹം ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നു, ജയപ്രകാശ് നാരായൺ. ഉദാത്തമായ ആദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ മനുഷ്യനെ പരിചയപ്പെട്ടതോടുകൂടി മസ്താന്റെ ജീവിതം പാടെ മാറുന്നു. ജയപ്രകാശ് നാരായണൻ മസ്താനെ വല്ലാതെ സ്വാധീനിച്ചു. അടിയന്തരാവസ്ഥക്കാലത്തെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങി മസ്താനിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് പിന്നീട് ലോകം കണ്ടത്. അതുവരെ തൻ്റെ കാൽ കീഴിലായിരുന്ന അധോലോകത്തെ അദ്ദേഹം തീരെ അവഗണിച്ചു കളഞ്ഞു. പെദ്ദാർ റോഡിലെ തൻ്റെ ആഡംബര വീടിൻ്റെ മുകളിൽ ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ട് അതിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞു. അന്ന് സമൂഹത്തിൽ ഏറ്റവും യാതനകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ദളിതരും മുസ്ലിം വിഭാഗക്കാരും ആയിരുന്നു. അവരുടെ ഉന്നമനത്തിനായി മസ്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കുന്നു. ഭാരതീയ ന്യൂനപക്ഷ സുരക്ഷാ മഹാസംഘ് എന്ന് പേരിടപ്പെട്ട ആ പാർട്ടിക്ക് അധിക നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു. എങ്കിലും ആ നിലവാരത്തിൽ ഒരു ഉദ്യമം ഹാജി മസ്താൻ അന്നേ ഏറ്റെടുത്തിരുന്നു. കാലങ്ങൾ കടന്നുപോയി. തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും ബോംബെയിലേക്ക് ചേക്കേറി കാറുകളെ, സമ്പന്നരെ, വലിയ ബംഗ്ലാവുകളെ ഒക്കെ അത്ഭുതപൂർവം കൊതിയോടെ നോക്കി നിന്ന, പിൽക്കാലത്ത് അതെല്ലാം ധനവും മാനവും എല്ലാം തൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്ത മസ്താൻ പിന്നീട് ഉദാത്തമായ ആശയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ഈ ആഡംബരങ്ങളെയെല്ലാം പാടെ ഉപേക്ഷിച്ച് കളയാനും മനസ്സുണ്ടായ ജീവിതത്തിലെ യഥാർത്ഥ താരം ഹാജി മസ്താൻ മിർസ 1994 ജൂൺ 25 ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു.